നിർത്തുന്നതേ ഇല്ല. എന്റെ കാര്യം പറയാതിരിക്കുന്നതാ ബുദ്ധി. എനിക്കിതൊന്നും തലയിൽ കേറുന്നുമില്ല. പക്ഷേ എന്റെ പേരൻസിന് എന്നെ എഞ്ചിനീയർ ആക്കണം. നീ എഞ്ചിനീയർ ആണെങ്കിൽ ഞാൻ ഡോക്ടർ. അതാണ് എന്റെ ഡാഡിന്റെ ആഗ്രഹം. നമ്മുടെ ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ പറയുന്നത് കേട്ടില്ലേ, പഠിക്കുന്ന കാലമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമെന്ന്. എൻ്റെ അമ്മോ, ശരിക്കും അത് കൊള്ളാം. നിനക്കൊക്കെ പഠിക്കാൻ മാത്രമല്ലേ അറിയൂ. എടാ, ജീവിതം ഇങ്ങനെ പഠിച്ചു പഠിച്ച് തീർക്കാനുള്ളതല്ല. എൻജോയ് ചെയ്യണം, എൻജോയ്. അതിന് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. പണമൊക്കെ വരും, നീയൊക്കെ മനസ്സ് വെച്ചാൽ മതി. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ട്. നിങ്ങൾക്ക് ഈ ടെൻഷനൊക്കെ വേണമെങ്കിൽ ഫ്രീ പേഴ്സായി പറക്കണം. അതിനെ ഇതായത് അങ്ങോട്ട് പിടിപ്പിക്കും. ശരി, ഞങ്ങൾ പോകുന്നു. ഉപയോഗിച്ച് നോക്കിയിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. നാളെ ഞങ്ങൾ ഇവിടെ കാണും, വേണമെങ്കിൽ വന്നോളൂ. പക്ഷെ വെറുതെ കിട്ടില്ല കേട്ടോ, നല്ല വില തരേണ്ടി വരും. ഭാരമെല്ലാം എങ്ങോ പോയതുപോലെ അപ്പൂപ്പന്താടി പോലെ പറക്കാൻ തോന്നുന്നടാ. ശരിയാടാ, ഇനി ട്യൂഷനൊന്നും പോകണ്ട. പഠിച്ചിട്ടൊക്കെ എന്നാ കിട്ടാനും. ശരിയാടാ, നമുക്ക് അടിച്ചു പൊളിക്കാം. എടാ, ഇന്നാകെ പ്രശ്നമായല്ലോ. ഒരു വറ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഉറക്കം വന്നിട്ട് ഇരിക്കാൻ വയ്യായിരുന്നു. ഞാൻ കണ്ടു നിങ്ങൾ രണ്ടുപേരും കിടന്ന് ഉറങ്ങുന്നത്. ഒരു കല്യാണത്തിന് പോയെന്ന് പറഞ്ഞത് കൊണ്ട് നീയൊക്കെ പിടിച്ചിട്ട് ഇത് രക്ഷപ്പെട്ടു. അടുത്ത പ്രാവശ്യം പിടിവീഴാതെ നോക്കിക്കോ. അതൊക്കെ പോട്ടെ, ഇന്നലത്തെ സ്ഥലത്തെത്തട്ടെ. ക്ലാസ്സിന് ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഞാൻ അമ്മയുടെ അലമാരയിൽ ഇരുന്ന 3000 രൂപ നൈസായിട്ട് കഴിച്ചു മാറ്റി. നാളെ നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ. എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. മെഡിക്കൽമാർ വന്നല്ലോ. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. മനസ്സിന് എന്തൊരു സുഖമായിരുന്നു. ഒരു ടെൻഷനും ഇല്ല. ക്ലാസ്സിൽ നല്ല ഉറക്കമായിരുന്നു. അതാ ഞങ്ങൾ പറഞ്ഞത്, ഇതൊക്കെ ഇതിലും നേരത്തെ അറിയേണ്ടതായിരുന്നു. ചേട്ടാ, അതെ, ഞങ്ങളൊരു 3000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. 3000 രൂപ അതുകൊണ്ടൊന്നും ആവില്ല. ആ, സാരമില്ല, ആദ്യമായിട്ടല്ലേ, ഉള്ളത് തരാം. അത് പേടിക്കണ്ട. ആരെ കൊന്നിട്ടായാലും നാളെ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ പണം കൊണ്ടുവരും. അപ്പോ സ്വർണവും പണവും മോഷ്ടിച്ചിട്ട് നിങ്ങൾ എത്ര ദിവസം പണം കൊണ്ടുവരും? ഏറിയാൽ 1 മാസം. അതിനകം നിങ്ങൾ പിടിക്കപ്പെടും. ഓ, അത് ശരിയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതിനൊക്കെ മാർഗമുണ്ട്. നിങ്ങൾക്ക് ഐഫോണും ബൈക്കും ഒക്കെ വേണോ? ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. നാളെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ നിങ്ങളുടെ ബാഗിൽ വെച്ചേരും. അത് നിങ്ങളുടെ ഏറ്റവും അടുപ്പമുള്ള കൂട്ടുകാർക്ക് കൊടുക്കണം. ഇത് വളരെ രഹസ്യമായിരിക്കണം. ഒരു കാരണവശാലും ടീച്ചേഴ്സോ പേരൻസോ അറിയരുത്. ഇല്ല, ഒരിക്കലുമില്ല. അപ്പോ നാളെ ഞങ്ങൾ പൈസ കൊണ്ടുവരണ്ടല്ലോ അല്ലേ? വീട്ടിൽ ചെറിയ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. പറ്റുന്നിടത്തോളം കൊണ്ടുപോരെ. ശരി, അപ്പൊ നാളെ കാണാം. ഹലോ, മിസ്റ്റർ ബാബു അല്ലേ? അതെ, ഞാൻ സാമിന്റെ ക്ലാസ് ടീച്ചറാണ്. സാമി ഈയിടെ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഹോംവർക്ക് ഒന്നും ചെയ്യാറില്ല. സാമിന്റെ അമ്മ എവിടെയുണ്ടോ? ഒന്ന് ഫോൺ കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ഉണ്ടല്ലോ, ഞാൻ കൊടുക്കാം. ഹലോ, ഞാൻ സാമിന്റെ ടീച്ചറാണ്. സാമി അടുത്ത കാലത്ത് വീട്ടിലെങ്ങനെയാണ്? ഞാൻ ടീച്ചറിനെ കാണാൻ വരാനിരിക്കുമായിരുന്നു. ഈയിടെ അവന് ഭയങ്കര ദേഷ്യമാണ്. രാവിലെ എഴുന്നേൽക്കാനും മടിയാണ്. ഇപ്പൊ ട്യൂഷന് പോയേക്കുക. ട്യൂഷൻ ക്ലാസ്സിൽ പല ദിവസം കയറുന്നില്ല എന്ന് ടീച്ചർ പറഞ്ഞു. മാത്രമല്ല ടീച്ചറെ, അവൻ പണം മോഷ്ടിക്കാനും തുടങ്ങി. അയ്യോ, വല്ല ഗതിയിലും ചെന്ന് പെട്ടോ? അപ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും മോൻ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും.
ശരി ടീച്ചറെ. എടാ അവിടെ നിൽക്ക. നിനക്ക് എന്താ പറ്റിയത്? ഓ, എനിക്ക് എന്ത് പറ്റാൻ? പഠിച്ച് ഞാൻ മടുത്തു. മോനെ നിന്റെ ബാഗ് പിന്നെ തൊട്ടുപോകരുത്. അമ്മയ്ക്കെന്തായാലും ബാഗ്. അതെന്താടാ? അമ്മയല്ലേ ഇന്നും നിന്റെ ബാഗ് മേടിച്ചു വെച്ചിരുന്നത്? അതൊക്കെ പണ്ട്. ഞാനിപ്പോ കുഞ്ഞു ഭാവയൊന്നുമല്ല. ഇത് എവിടുന്നാണ് ഈ മൊബൈൽ? പപ്പയ്ക്കിപ്പോ എന്താ വേണ്ടേ? ഇതെന്റെ ഒരു കൂട്ടുകാരനെയാ. അവൻ എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ തന്നതാ. അതിന് താ. എനിക്ക് എന്നെ മോനെ പറ്റിയത്. നിങ്ങളുടെ കള്ള കണ്ണിലൊന്നും നീ കാണണ്ട. വയ്യ ഫോണിൽ കൊണ്ടാ. അവരെ ലഹരി വിമോചന കേന്ദ്രത്തിൽ അയക്കാൻ കോടതി നിർദ്ദേശിച്ചു. മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ലഹരിയിൽ വീഴാതിരിക്കാനുള്ള